നമ്മൾ ചെമ്മീൻ പൊരിച്ചിട്ട് ചെറിയ മസാല പോലെ ആക്കുന്നതാണ് നെയ്ച്ചോറിന്. കാരണം നെയ്ച്ചോറിനും ദോശക്കും എല്ലാം കഴിക്കാൻ പറ്റും. ഉള്ളി നല്ലോണം വാട്ടിയിട്ടുണ്ട്. ഉള്ളി വാടിയ ശേഷം നമ്മൾ തക്കാളി ഇടാൻ. തക്കാളി നല്ലോണം വാടണം. ചെറിയൊരു മസാല, കാരണം ദോശക്കും പിന്നെ എന്താ പറയുക നെയ്ച്ചോറിനും എന്തിനും കഴിക്കാൻ പറ്റിയ ചപ്പാത്തിയോ പത്തിലോ എന്തിനായാലും നമ്മൾ ചെമ്മീനൊന്ന് ചെറുങ്ങനൊന്ന് പൊരിച്ച് കളയണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ്. ആ എണ്ണയെ തന്നെ ഇതിട്ടിട്ട് വാട്ടിക്കളയാൻ. ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നല്ലോണം വാടി അതിൻ്റെ ശേഷം മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഞാൻ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. എല്ലാം കൂടിയിട്ട് ഗരം മസാലപ്പൊടിയാന്ന് പറയാൻ പറ്റില്ല, ഇത് മല്ലിയാന്ന് കൂടുതൽ, ഒരു സ്വല്പം ഇത്രയേ വേണ്ടൂ. ഒരുപാട് കടയിൽ നിന്ന് വാങ്ങിയ മസാലപ്പൊടി വാങ്ങിയിട്ട് ഇടരുത്. ഞാനധികം വാങ്ങലേ ഇല്ല. എന്നിട്ട് നമുക്കൊരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ആ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ ഇതിട്ട് കൊടുത്താൽ മതി. എന്തെന്ന് ചെമ്മീൻ എങ്ങനെ ഉണ്ടാക്കിയാലും ഒന്ന് പൊരിച്ച് കളയണം, നല്ല ടേസ്റ്റ്. അല്ലാണ്ട് ചെമ്മീൻ വേകാത്ത പോലെ ഉണ്ടാവും. മല്ലിച്ചപ്പും കരിവേപ്പിലയും പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നൊന്ന് തിളച്ചിട്ട് സെറ്റാവട്ടെ. ഓക്കെ, അങ്ങനെ നല്ല കരിമീൻ പൊരിച്ചതുണ്ട്. ഇതിങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മീനങ്ങനെ നുറുങ്ങിപ്പോവില്ല, മറിച്ചിടുമ്പോൾ അതുപോലെ ഉണ്ടാവും. അങ്ങനെ കരിമീൻ പൊള്ളിച്ചത് ഇതൊന്നടക്കട്ടെ രണ്ടെണ്ണം. അങ്ങനെ നെയ്ച്ചോറും അങ്ങനെ നമ്മളെ ചെമ്മീൻ ഫ്രൈ എന്ന് പറയാം, മസാല എന്ന് പറയാം, കുറുമ എന്തെങ്കിലും ഒരു പേരിടാം നമുക്ക് കേട്ടോ. അങ്ങനെ അത് റെഡി. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. കാരണം മല്ലി നമ്മൾ തന്നെ നല്ലോണം വറുത്തിട്ട് പൊടിച്ചാൽ മതി. അധികം വറക്കുന്നുണ്ടാവും, വറക്കാത്ത ആളും ഉണ്ട്. പച്ചമല്ലി ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് മസാലപ്പൊടികൾ വാങ്ങുന്നതിനല്ല, നമുക്ക് കുറച്ച് മല്ലി വാങ്ങി കുറച്ച് കഷ്ടപ്പെട്ടാൽ നല്ല മസാലപ്പൊടി കിട്ടും. നമ്മളെ മീൻ പൊരിച്ചത്, വറുത്തത്, എന്താ പറയുക പൊള്ളിച്ചത് എന്നെല്ലാം പറഞ്ഞാൽ ഏകദേശം ആയി കേട്ടോ. മസാലയായി. ഇനി നെയ്ച്ചോറ് വെക്കാൻ പോകുന്നു. നെയ്ച്ചോറായാൽ ചോറിൻ്റെ പണിയായി. ഇനിയിപ്പോൾ ദോശപ്പണിയുണ്ട്. ദോശപ്പണി. അങ്ങനെ ദോശ രാവിലെ നേരം പുലർന്നിട്ട സമയം എന്നറിയാം. ഞാൻ രാവിലെ ചായ കുടിച്ചതാ. 12:45 എന്താക്കി ഇതുവരെ എന്നുള്ള ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് എന്താ പറയുക, ചെമ്മീനും ഈ കരിമീനും വാങ്ങി വൃത്തിയാക്കി കുഞ്ഞിമോനിക്ക് മുത്താറിയാക്കി വെച്ച്. ഇത് വൈകുന്നേരം കൊടുക്കുക, ഇതിപ്പോൾ രാവിലെ കൊടുക്കാമെന്ന് വെച്ചിട്ട് മുത്താറിയാക്കി വെച്ച്. മുത്താറിയും ഗോതമ്പും കൂടിയിട്ട് അരച്ചിട്ട്, പിന്നെ എന്താ പറയുക ചെമ്മീനാക്കി. പിന്നെന്താ പറയുക, കടയിൽ പോയി ഇത് ചെമ്മീനും മീനൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന് വൃത്തിയാക്കി പഴം പൊങ്ങി കുഞ്ഞിനക്ക് കൊടുത്തു. രാവിലെ ചായ കുടിച്ചു. പിന്നെ നെയ്ച്ചോറ് ഇങ്ങനെ അടുപ്പത്താക്കി ഉള്ളി മുറിച്ചിട്ടു, മസാല ആക്കി, അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് സമയം ഓടി എടുത്തി 12:45 നോക്കുമ്പോൾ രാവിലെ കുറച്ച് അവിലും ചായയും കുടിച്ചതാണ്. ദോശ തിന്നിട്ടില്ല ഗായ്സ്. അതിനിപ്പം
തിന്നണം. കാരണം ഇത്ര ലേറ്റായിട്ട് ഒരാളും തിന്നാൻ പാടില്ല, നേരത്തെ തിന്നണം. രാവിലെ ഭക്ഷണം കഴിക്കൽ കുറച്ച് കഴിഞ്ഞാൽ കാരണം വെച്ചാൽ അപ്പൻഡിക്സിൻ്റെ ഒക്കെ വയറുവേദന വരും. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മൾ രാവിലെ കഴിക്കേണ്ടത് രാവിലെ കുന്നോളം കഴിക്കണമെന്നാണ്. രാവിലത്തെ ഭക്ഷണം കുന്നോളം കഴിക്കണം. ഉച്ചക്ക് രാജാവിനെ പോലെ കഴിക്കാൻ. പിന്നെ രാത്രി എന്താ പറയുക, മിസ്കിമാറെ പോലെ ചെറിയൊരു ഗ്ലാസ് ചായയോ ചെറിയ ഒരു പഴമോ അതല്ലെങ്കിൽ ചെറുങ്ങനെ ലഘുഭക്ഷണം, ഒരു ചപ്പാത്തി, ഒരു സ്വല്പം കറി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഓട്സ് കാച്ചിയത്, അങ്ങനെ ചെറുങ്ങനെ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുന്നോളം കഴിക്കാൻ. അപ്പോൾ രാത്രി ആകുമ്പോൾ നമ്മൾ കഴിക്കാൻ, ഉച്ചക്കാവുമ്പോൾ നമ്മൾ കഴിക്കുക എന്താ രാജാവിനെ പോലെ കഴിക്കുക. എന്തും നല്ല വൃത്തിയിൽ കഴിക്കുക. പിന്നെ അത് കൊളസ്ട്രോളോ ഷുഗറോ ഒന്നും ഉണ്ടാവില്ല. കാരണം രാത്രി നമ്മൾ 7 മണിക്ക് കഴിക്കുക. 7 മണിക്ക് എന്തെങ്കിലും ലഘുഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ മതി. പിന്നെ അതിൻ്റെ ഇടയിൽ 2 ചായ കിടക്കുന്നുണ്ട്. ഒന്ന് രാവിലെ 7 മണി 6:30 7 മണിൻ്റെ ചായ, വൈകുന്നേരം 4:30 5 മണി. ചില ആൾ 7 മണിക്കാണ് ചായ കുടിക്കാൻ. 7 മണിക്കല്ല ചായ കുടിക്കേണ്ടത്, വൈകുന്നേരം തന്നെ കൃത്യമായിട്ട് 4:30 5 മണി അങ്ങനെ നമുക്ക് ചായ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 7 മണിക്ക് നമുക്കൊരു എന്താ പറയുക രാത്രിത്തെ ഫുഡ് കഴിക്കാൻ. രാത്രിത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ രാത്രിത്തെ ഫുഡും കഴിച്ച് കഴിഞ്ഞാൽ വേഗം ദഹിച്ചിട്ട് കിടക്കാമല്ലോ. രാത്രി 10 മണി വരെ വെള്ളം ഇങ്ങനെ 10-11 മണി വരെ വെള്ളം അങ്ങനെ കുടിച്ചാൽ കിഡ്നിക്ക് മോശമാണ്. രാത്രി പകൽ കുടിക്കാൻ വെള്ളം ഇഷ്ടം പോലെ. രാത്രി 7 മണിക്ക് ശേഷം ആരും വെള്ളം കുടിക്കാൻ പാടില്ല. ഒരു തുള്ളി നമ്മൾ തൊണ്ട നനക്കാന്നല്ലാണ്ട് മൂക്കറ്റം വെള്ളം കുടിച്ചിട്ട് രാത്രി കുറച്ച് റെസ്റ്റ് കൊടുക്കണം. മനുഷ്യന്മാരായ നമ്മൾ രാവിലെ 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 12 മണിയാവുന്നവരെ റെസ്റ്റില്ലാത്ത ഭക്ഷണം. അപ്പോൾ നമ്മളെ ശരീരത്തിനോ കിഡ്നിക്കോ യാതൊരു റെസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ റെസ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മളെ ഭക്ഷണം ഇങ്ങനെ താഴോട്ടായി. ഗൾഫുകാർ മക്കളെല്ലാം പാവം, എൻ്റെ പൊന്നുമക്കൾ വരെ രാത്രി 12:30 മണിക്ക് അവർ പണിയും കഴിഞ്ഞ് വരെ 12:30. ഒരു മോന് 12:30 വരും. മറ്റേ അക്കൗണ്ടിങ്ങിന് ലുലുവിൽ പണിയെടുക്കുന്ന അക്കൗണ്ടിങ്ങിന് അവർ 1:30 മണി കഴിയും. ഈ അക്കൗണ്ടിങ്ങിൻ്റെ ബില്ല് ശരിയാക്കി 1:30 മണി കഴിയും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഗായ്സ്, എന്നാലേ മുന്നോട്ട് തീരെ വാച്ച് അവറൊന്നും കുറവാകും. അതുകൊണ്ട് ഫുൾ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം ഗായ്സ്.